ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കേക്കാണ്. കേക്കിന് ആവശ്യപ്പെട്ട സാധനങ്ങൾ ബ്രെഡ്, പിന്നെ ഹൈഡ് ആൻഡ് സീക്ക്, പിന്നെ ഡയറി മിൽക്ക്. ഇതൊക്കെയാണ് കേക്കിന് ആവശ്യപ്പെട്ട സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. വരൂ. ആദ്യം നമ്മൾ 4 പീസ് ബ്രെഡ് എടുക്കണം. അപ്പം ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ സൈഡത്തെ ബ്രൗൺ ഷെയ്ഡുള്ള ബ്രെഡ് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ഓരോ പീസും കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ നമ്മൾ ബ്രെഡിനെ ആക്കിയെടുക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഓരോ ബ്രെഡും ഇങ്ങനെ പരത്താൻ പോവുക ഇതും കൊണ്ട്. അപ്പം നമുക്ക് പരത്താം. അപ്പോൾ നമ്മൾ ബ്രെഡ് പരത്താൻ വേണ്ടി ഞാനൊരു പ്ലേറ്റ് തിരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പരത്താം. ഓരോ പീസായി നമുക്ക് പരത്താം. പരത്തിയിട്ട് അണങ്ങുന്നില്ല. അപ്പം ഞാൻ എല്ലാ ബ്രെഡും പരത്തിയെടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഡയറി മിൽക്ക് കട്ട് ചെയ്ത് ഈ ബ്രെഡിൻ്റെ മേലെ ഒഴിക്കാൻ പോവുകയാണ്. നമുക്ക് ഒഴിക്കാം. ഡയറി മിൽക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണല്ലേ ഫ്രിഡ്ജിൽ വെക്കരുത് അല്ലേ, കട്ട് ചെയ്യാനായിട്ട്? യെസ്. നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് മെൽറ്റ് ആവാനായിട്ട് അനുവദിക്കണം. ഇനി ഈ സ്പൂൺ വെച്ച് ഈ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും പരത്തുക. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതെല്ലാം കൂടി ഒന്നിച്ച് വെക്കണം. മേളത്തെ പോർഷൻ മാത്രം തിരിച്ചു വെക്കുക അല്ലേ? തിരിച്ചു വെച്ചിട്ട് മേലെ കുറച്ച് ഇത് ഒഴിക്കണം. ചോക്ലേറ്റ് അതിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക അല്ലേ? പിന്നെ ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അമർത്തിയെടുക്കുക. അമർത്തിയെടുക്കാൻ ഇത് വേണം, ഇല്ലെങ്കിൽ പറ്റൂല. ഇത് അമർത്തിയെടുത്താലും ആവില്ല. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോണ ഈ ബിസ്ക്കറ്റ് പൊട്ടിച്ച് പൊടിയാക്കിയിട്ട് ഇതിൻ്റെ മേലെ ഇടാം. പൊടിച്ചാക്കണം, പൊടിയാക്കണം. നമ്മൾ ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബ്രെഡിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യാൻ പോകാം. ചായപ്പൊടി ഉണ്ട് അല്ലേ? ചായപ്പൊടിന്റെ കളറാ. കാണുമ്പോൾ കഴിക്കാതിരിക്കാൻ തോന്നുന്നില്ല അല്ലേ? എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യും. സൈഡിലൊക്കെ തേച്ച് കൊടുക്കാം. നമ്മൾ പൊടിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ പൊടിയാക്കണം. ഒരു പീസ് പോലും വിട്ടെടുക്കാനില്ല. അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. നല്ല കട്ട് ചെയ്യാൻ നല്ല സെന്ററിൽ കട്ട് ചെയ്യും. സെന്ററില്ല, പീസ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് തരട്ടെ? നടുവിക്ക് കട്ടിയോ? ഇതിന്റെ ഉൾഭാഗം കാണാൻ ഇങ്ങനെയാ ഉള്ളത്, ലെയറായിട്ട്. അപ്പൊ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം.
അടിപൊളി. കഴിച്ചോ. ബിസ്ക്കറ്റും ബ്രെഡും ഡയറി മിൽക്കും അല്ലേ? നല്ല ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ കയ്യിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഓക്കെ, മോളിത് എവിടുന്നാ പഠിച്ചത്? ശരി, കഴിച്ചിട്ട് വന്നാൽ മതി. ഇതിനെ യൂട്യൂബിൽ നിന്നാ പഠിച്ചത്. ഓക്കെ, അപ്പൊ യൂട്യൂബിൽ കണ്ടുപഠിച്ചത് എക്സ്പെരിമെന്റ് ചെയ്യാൻ തോന്നിയല്ലോ. നല്ല കുട്ടി കേട്ടാ, അടിപൊളി. ഗുഡ് ഇനീഷ്യേറ്റീവ്. ഇനി നമുക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനൊക്കെ കൊടുത്തിട്ട് എന്താ റിയാക്ഷൻ നോക്കാം. ആദ്യം നമുക്ക് അത്തയ്ക്ക് കൊടുക്കാം. വരൂ വരൂ, എൻ്റെ അച്ഛന് കൊടുക്കാം. എന്താ എക്സ്പ്രഷൻ നോക്കാം. അത്താ, ഇതാ എന്താ ഐറ്റം? എന്താ സാധനം? കേക്ക് ഞാൻ ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയതാ? കഴിച്ചു നോക്കി. കഴിച്ചു നോക്കട്ടെ. അടിപൊളി. മോളുണ്ടാക്കിയതാ സ്വന്തമായിട്ട്? ഇവിടെ വാ. ഇതിൽ എന്തൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്? ബ്രെഡ്, പിന്നെ ഡയറി മിൽക്ക്, പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ്. നന്നായിട്ടില്ലേ? പുതിയ റെസിപ്പി, സൂപ്പർ. ഇതുപോലെ നീ ഉണ്ടാക്കി തരണം കേട്ടോ. ഇത് മോനെ മോളുണ്ടാക്കിയ കേക്കാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ടേസ്റ്റ് ചെയ്ത് നോക്കും. സൂപ്പറാണ്. എന്തൊക്കെയാ ഇതിലുള്ളതെന്ന് പറഞ്ഞു? ഡയറി മിൽക്കും ബിസ്ക്കറ്റും പിന്നെ ബ്രെഡും. കൊള്ളാമോ? സൂപ്പർ. മോളുണ്ടാക്കിയ കേക്ക് ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. നന്നായിട്ട് മോളെ. താങ്ക് യു. ഡയറി മിൽക്കും ബ്രെഡും ബിസ്ക്കറ്റും കൂടെ നന്നായിട്ട്. ഏറ്റവും കൂടുതൽ നന്നായിരിക്കുന്നത് മോളെടുത്ത ഈ ഇനീഷ്യേറ്റീവ് ആണ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് കണ്ടപ്പോൾ അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നിയല്ലോ, ചെയ്ത് നോക്കാൻ തോന്നിയല്ലോ, അതിനാണ് കേട്ടോ. ഓക്കെ, ഹാപ്പി. താങ്ക് യു. കൊള്ളാം. മോള് കുറച്ച് കഴിച്ച് നോക്കട്ടെ. സൂപ്പർ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. Thank you. Bye.